കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവം ഉദ്ഘാടനം ചെയ്യും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമ്മേളനത്തിൽ 15,000 പേർ പങ്കെടുക്കും. സജോ ദേവസ്യയും ലേബി സജീന്ദ്രനുമുണ്ട് വിവരങ്ങൾ നൽകാൻ. സജോയിലേക്ക് ആദ്യം പോകുന്നത്. സജോ, ആവേശം പകരാൻ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇനിയുള്ള പരിപാടികൾ? ശ്രുതി, KPCC മഹാപഞ്ചായത്ത് എന്ന പേരിൽ ഒരുക്കുന്ന വിജയോത്സവത്തിൽ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പങ്കെടുക്കും. അദ്ദേഹം നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരുന്നു. അതിനുശേഷം പ്രൊഫസർ എം ലീലാവതി ടീച്ചറിന്റെ വീട്ടിലെത്തി അവരെ ആദരിക്കുന്ന അവർക്ക് KPCCയുടെ പുരസ്കാരം, സാഹിത്യ പുരസ്കാരം കൈമാറുന്നതാണ് നടക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തും. ഇത് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയ വലിയ വേദിയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDF-നും കോൺഗ്രസിനും ഉണ്ടാക്കാനായി അങ്ങനെ സംസ്ഥാനത്തെ മുഴുവൻ വിജയിച്ച ജനപ്രതിനിധികളെയും മത്സരിച്ച മുഴുവൻ ആളുകളെയും, അതായത് കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അതിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും അടക്കം 15,000 പേരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചാണ് വിജയോത്സവം എന്ന പേരിൽ ഒരു മഹാപരിപാടി ഒരുക്കുന്നത്. അത് പ്രധാനമായും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് കൂടി കാണേണ്ടതാണ്. മുഴുവൻ നേതാക്കളും, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം MP-മാർ, MLA-മാർ, DCC അധ്യക്ഷന്മാർ എന്ന് തുടങ്ങി വിജയിച്ച ജനപ്രതിനിധികളും അങ്ങനെ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ ഒരു സംഘം തന്നെയുണ്ട്. അവരാണ് ഈ പരിപാടിയുടെ ഭാഗമാവുക. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നൊരുക്കം മാത്രമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെങ്കിലും അതിന് തുടക്കമിടുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വേദിയിൽ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം സമീപകാലത്ത് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റി കൂടിയും രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിടുന്നുണ്ട്. അവരും വേദിയിലുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. MP-മാരും DCC അധ്യക്ഷന്മാരും ജനപ്രതിനിധികളും മറ്റ് നേതാക്കളും അടക്കമുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള മേയർമാർ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾക്കും വേദിയിൽ ഇരിപ്പിടമുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര ദശാസന്ധിയിൽ എത്തി നിൽക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അതിലെ ക്യാമ്പയിൻ സ്ട്രാറ്റജി UDF-നും കോൺഗ്രസിന് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസിന് KPCC-ക്ക് വളരെ പ്രധാനമാണ്. UDF-നെയും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്ന ഘടകം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി എല്ലാ ജില്ലകളിലും തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. വലിയ തോതിലുള്ള വിജയം നേടാനായി ഈ ആത്മവിശ്വാസം നൽകുന്ന കരുത്താണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസവും മൂലധനവും. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിജയിച്ച ജനപ്രതിനിധികൾ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളും മത്സരിച്ചവരുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടവരാണ്. അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം നൽകുക എന്നത് പ്രധാനം. രാഹുൽ ഗാന്ധിയുടെ, സ്വാഭാവികമായും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗം, അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപക്ഷെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി തയ്യാറാക്കിയതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിൽ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷനും അടക്കമുള്ളവർ സംസാരിക്കും. അവർ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സമീപകാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നിരവധി രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. അവ പരാമർശിച്ചു പോകുമോ എന്നത് വളരെ പ്രധാനമാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ട് വലിയ തോതിൽ ഇപ്പോൾ തന്നെ, അതായത് ഈ മുന്നൊരുക്കം മാത്രമേ ആയിട്ടുള്ളൂ, പക്ഷെ അപ്പോൾ തന്നെയും പ്രചാരണ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി പലതരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ കൊണ്ട് മറുപടിയും തിരിച്ചുള്ള മറുപടിയും, വർഗീയതയെക്കുറിച്ച്, സാമുദായിക സംഘടനകളുടെ നിലപാടുകളെക്കുറിച്ച്, മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും ഇതിനകം പ്രചാരണം എന്ന മട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മുന്നണികളും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ശാസ്ത്രീയമായി, കുറച്ചുകൂടി അവരുടെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ്. അതിൽ കോൺഗ്രസ് ആദ്യം, KPCC ആദ്യം ഇങ്ങനെ ഒരു വിജയോത്സവം എന്ന പരിപാടിയിലൂടെ യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര, കേരളത്തിലുടനീളം നയിക്കുന്ന യാത്രയുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നീളെയുള്ള യാത്രയുണ്ട്. അതിനിടെ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് പോകണം, സീറ്റ് വിഭജനം, അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം എന്ന് തുടങ്ങി വലിയ ടാസ്കുകൾ UDF-നും കോൺഗ്രസിനും ഒക്കെ മുന്നിലുണ്ട്. എല്ലാ മുന്നണികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനം എന്നത് തന്നെയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു തിരഞ്ഞെടുപ്പ് മോഡിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം മാറിയിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമാണ് മഹാപഞ്ചായത്ത് എന്ന പേരിൽ വിജയോത്സവം ഒരുക്കിക്കൊണ്ട് രണ്ട് തരത്തിലാണ്. ഒന്ന്, പ്രവർത്തകർക്ക്, അവരുടെ ജനപ്രതിനിധികളായി വിജയിച്ചവർക്ക്, ജില്ലകളിലുള്ള ഇത്തരം പ്രവർത്തകർക്ക് അവരെ സജ്ജമാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഒരു സന്ദേശം നൽകുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ സജ്ജരായി എന്ന സന്ദേശം നൽകുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രധാനമന്ത്രി അടക്കം എത്തിച്ച് BJP-യും സമാന രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ട്. CPM-ഉം ഇടതുമുന്നണിയും ഒക്കെ അവരുടെ
രീതിയിൽ വോട്ടർമാരെ, ആളുകളെ നേരിൽ കാണുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ മുന്നണികളും അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നത് പ്രധാനമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു വിജയോത്സവം എന്നതിനപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനമായി ഈ പരിപാടിയെ കാണുന്നു കോൺഗ്രസ്. എന്താണ് ഏറ്റവും പ്രധാനം, സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിജയിച്ച ജനപ്രതിനിധികളെയും മത്സരിച്ചവരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയും അതും അപൂർവ സ്വഭാവത്തിലുള്ളതാണ്. ഈ പരിപാടി എന്നതിനപ്പുറം ഇത് നിയമസഭാ മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി കോൺഗ്രസ് രംഗത്ത് വരുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം.